നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു. അങ്ങനെ വൈജയന്തി എല്ലാ സത്യങ്ങളും അറിഞ്ഞേക്കുകയാണ്. അലീനയ്ക്ക് എങ്ങനെയാണ് അപകടം പറ്റിയത്, തന്നെ എങ്ങനെയാണ് കത്രിക വയറ്റിലേക്ക് കുത്തി കയറിയത് എന്നുള്ള കാര്യം അലീന തന്നെ തുറന്ന് പറഞ്ഞേക്കുകയാണ്. കേട്ടപ്പോൾ തന്നെ വൈജയന്തി വിശ്വസിക്കുന്നില്ല, നീ കള്ളം പറയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം മാഡം മോനോട് തന്നെ ചോദിച്ചു നോക്കൂ, മാഡം വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അലീന മുത്തശ്ശിയോടും എല്ലാ സത്യങ്ങളും തുറന്ന് പറയാണ്. എന്തിനാണ് ബാലചന്ദ്രൻ സാറ് തനിക്ക് എത്രയും തുക അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നത് എന്തിനാണ് എന്നുള്ള കാര്യം കൂടെ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മാഡം അത് തെറ്റായിട്ടാണ് ധരിച്ചേക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. രോഹിതും ഹരിയും കൂടെ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ വയറ്റിലേക്ക് കത്രിക കുത്തി കയറ്റിയതാണ്. ചത്തു കഴിഞ്ഞാലും അവർക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്തതാണ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പൊട്ടിക്കരയാണ്. അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇങ്ങനെ റൂമിൽ മൊബൈൽ നോക്കി വളരെ ആസ്വദിച്ച് രസിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈജയന്തി റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ ആ റൂമിലേക്ക് കയറി ചെല്ലുന്ന വൈജയന്തി രോഹിത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. അമ്മയാണോ വന്നത്, എന്താ അമ്മ വന്നത് എന്നുള്ളൊരു നിസ്സാര മട്ടിലാണ് രോഹിത്ത്. കാരണം അമ്മ അവനെ ഏത് സമയം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും രോഹിത്തിന് എപ്പോഴും അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അമ്മ വന്നപ്പോൾ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷെ അമ്മ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ രോഹിത്തിന് ഭയം തോന്നുകയാണ്. രോഹിത്ത് ആകെ പേടിച്ച് പോകുന്നുണ്ട്. എന്താ അമ്മ, എന്താ പ്രശ്നം എന്ന് ചോദിച്ച് രോഹിത്ത് ഇങ്ങനെ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ നിൽക്കുകയാണ്. ആ സമയത്ത് നേരെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് വൈജയന്തി കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നീ കോളേജ് കട്ട് ചെയ്ത് വന്നായിരുന്നു, അങ്ങനെയൊന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നീയും ഹരിയും കൂടെ ഈ റൂമിൽ വെച്ച് അലീനയെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ചോദ്യം കേട്ടതും രോഹിത്ത് തീർന്നിട്ടോ. രോഹിത്ത് ആകെ പകച്ചു പോവുകയാണ്. ഒരിക്കലും രോഹിത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മ വന്ന് ഇങ്ങനെ ചോദിക്കുമെന്ന്. അച്ഛനായിരുന്നു ആണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ അമ്മയുടെ മുന്നിൽ രോഹിത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് അമ്മേ എന്ന് പറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ തപ്പി തടയുന്നത് കണ്ടപ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലായി. വൈജയന്തി ആ നിമിഷം തന്നെ ഒരൊറ്റ അടി കൊടുക്കുകയാണ് രോഹിത്തിന്. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്, ഇല്ല എന്ന് പറയടാ എന്ന് പറഞ്ഞിട്ടാണ് തല്ലുന്നത്. രോഹിത്താണെങ്കിൽ ആകെ പകച്ച് അമ്മേ തല്ലല്ലേ, അമ്മേ തല്ലല്ലേ, ഒന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ചെയ്തിട്ടില്ല എന്ന് പറയടാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയടാ, അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് വൈജയന്തി രോഹിത്തിനെ തല്ലുന്നത്. രോഹിത്താണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം. ആ തല്ല് മുഴുവൻ കൊള്ളുന്നുണ്ട്. എടാ മഹാഭാബി, അവൾക്ക് മുന്നിൽ എൻ്റെ തല കുനിപ്പിച്ചല്ലോടാ നീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ എന്താണ് മുകളിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ അലീന ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനിട്ട് നന്നായിട്ട് വൈജയന്തി പൊട്ടിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവണം. അലീന താഴെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ വീണ്ടും വീണ്ടും തല്ലാണ് നന്നായിട്ട് പൊതിരെ. അപ്പോൾ രോഹിത്തിന് ഹരിക്ക് മനു എങ്ങനെ തല്ല് കൊടുത്തോ അതുപോലൊക്കെ തന്നെയാണ് മനു. അത്രയൊന്നും വരില്ലെങ്കിലും എന്നാലും ആണുങ്ങളുടെ കരുത്തല്ലല്ലോ. വൈജയന്തി അമ്മ എന്നുള്ളൊരു രീതിയിൽ നന്നായിട്ട് തല്ല് കൊടുക്കുന്നുണ്ട് രോഹിത്തിന്. വൈജയന്തിയുടെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുന്നിൽ തല കുനിഞ്ഞു പോലെ തൻ്റെ മകൻ തന്നെയാണല്ലോ അവളോട് ഇങ്ങനൊരു തെറ്റ് ചെയ്തത്. അപ്പോൾ അതിന് അവൾ അത് പറഞ്ഞപ്പോൾ തനിക്ക് എതിർത്ത് പറയാനൊന്നും പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടില്ല എന്ന് സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ അവൾ കള്ളം പറഞ്ഞതാണെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. പക്ഷേ സത്യമാണെന്ന് വൈജയന്തിക്ക് മനസ്സിലാവാണ്. കാരണം രോഹിത്ത് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അങ്ങനെ തല്ലി ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കണേടാ, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയടാ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും തല്ലുന്നത്. അങ്ങനെ രോഹിത്ത് സോറി പറയണം അമ്മയോട്. അമ്മയെ സോറി, അറിയാതെ പറ്റിപ്പോയതാണ് അമ്മയെ സോറി എന്നിങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തിയൊക്കെ അതും കൂടി കേട്ടപ്പം കല്ലിങ്ങിട്ട് ഇരട്ടിക്കാണ്. ഒരുപാട് തല്ലുന്നുണ്ട്. അതേസമയം എന്താണ് അവിടെ ശബ്ദം കേട്ടിട്ട് അലീന ഓൾറെഡി അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണയും ബബിതയും കൂടെ താഴെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ശബ്ദം എന്ന് കേട്ടിട്ട് കൃഷ്ണ എന്താ ചേച്ചി നോക്കുമ്പോൾ അറിയില്ല എന്ന് പറയണ. അപ്പോൾ മോൾ റൂമിലേക്ക് പൊക്കോ, എന്താണെങ്കിലും അമ്മയുടെ സ്വഭാവം അറിയാലോ, മോൾ റൂമിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും അവിടെ റൂമിൽ നിന്ന് പോവുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് വൈജയന്തി അവനോട് പോയി ചോദിച്ചതാണെന്ന്. അങ്ങനെ ഒരുപാട് തല്ല് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീയൊക്കെ കൂടി എൻ്റെ മാനം കളഞ്ഞല്ലോടാ, നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ്, പണം കൂടിപ്പോയിട്ടാണ്, എല്ലാ സൗകര്യങ്ങളും കൂടിപ്പോയിട്ടാണ്, നീയൊക്കെ കോളേജിലേക്ക് പോണത് ഇത് പഠിക്കാനാണോടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ബാലചന്ദ്രനാണല്ലോ റൂബിയുടെ കേസിൽ ഇടപെട്ടത്. അന്നൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ചെയ്തത് തെറ്റാണ്. പക്ഷേ തെറ്റ് ചെയ്തെങ്കിലും
തൻ്റെ മകനാണല്ലോ, താൻ പ്രസവിച്ച തൻ്റെ മകനാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഉപേക്ഷിക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. അതൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് ഒരുപാട് തല്ല് കൊടുത്ത് അവിടെ അങ്ങനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് വൈജയന്തി. അങ്ങനെ വൈജയന്തി താഴേക്ക് ഇറങ്ങി വരും കേട്ടോ. ആകെ വിഷമിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അലീന അവിടെ നിൽക്കുന്നുണ്ട്. അലീന ഈ ശബ്ദം കേട്ടിട്ട് വന്നതാണല്ലോ. അലീന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനയെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അലീന എന്നിട്ട് അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി താഴേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള ആ ഡൈനിങ് ടേബിളിലുള്ള കസേരയിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന വൈജയന്തി ആകെ തകർന്ന് ഇങ്ങനെ ഇരിക്കട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രോഹിത്തിൽ നിന്ന് ഇങ്ങനൊരു നീക്കം. രോഹിത് കാരണമാണ് അലീനയ്ക്ക് അങ്ങനെ കുത്തേറ്റത് എന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ. അങ്ങനെ അലീന അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയണം. എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല, നിന്നെ പറഞ്ഞയക്കാൻ പോവാണ്, ഇതിവിടെ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാഡം എന്ന് ചോദിക്കാൻ അലീന. നീ ഒരു തെറ്റും ചെയ്തില്ല, നീ വന്നത് തന്നെ തെറ്റാണ്, നീ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു, നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്, എന്നെ എന്തിനാണ് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ആദ്യം തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ സമ്മതമില്ലാതെയാണ് മനോൻ ബാലചന്ദ്രനും നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇങ്ങനെ പ്രായപൂർത്തിയായ മുതിർന്ന ആൺകുട്ടികളുള്ള വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല ഇതുപോലെയുള്ള ചെറിയ പെൺകുട്ടികളെ വീട്ടുജോലിക്ക്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെ പറ്റത്തില്ല, ഇവളെ നിർത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷേ എൻ്റെ വാക്ക് ആരും കേട്ടില്ല, ഇപ്പം എന്തായി അതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാഡം, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവരല്ലേ എന്നോട് തെറ്റ് ചെയ്ത്, ആര് തെറ്റ് ചെയ്താലും ചെയ്തില്ലേലും ശരി, നീ വന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതിനു മുൻപ് ഇവിടെ വേലക്കാരികൾ നിന്നിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, നീ വന്നതുകൊണ്ടല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, ഈ കുടുംബം തന്നെ തകർന്നു പോവുകയല്ലേ ചെയ്തത് എന്ന് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട്, ഞാനല്ലല്ലോ മാഡം അപ്പോഴും തെറ്റ് ചെയ്തത്, മാഡത്തിൻ്റെ മകനല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറഞ്ഞാലും നിന്നെ ഇനി ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല എന്ന് തന്നെ പറയാണ് വൈജ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ആദ്യം സ്വന്തം മകനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പെൺകുട്ടികളോട് സ്ത്രീകളോടൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ആൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഗേൾസിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വേണം ആൺമക്കളെ വളർത്താൻ. ഇവിടെയും 2 പെൺകുട്ടികൾ വളരുന്നില്ലേ, ഈ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അതേ രീതിയിൽ അവരോടും പെരുമാറാനുള്ള ഒരു സാധ്യത വരും. ഇവിടെയും ആ ഹരി കയറി ഇറങ്ങുന്നതല്ലേ മാഡം, ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാൻ അലീന. നീ എന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വരണ്ട, എനിക്കറിയാം എന്താ വേണ്ടത്, എന്തും ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് നീ വന്നതുകൊണ്ട് മാത്രമാണ്, അതെങ്ങനെയാ ആർക്കോ എങ്ങനെയോ പഴിച്ചുണ്ടായ ഒരു സന്തതിയല്ലേ നീ, പിന്നെ എങ്ങനെ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാതിരിക്കും എന്ന് ചോദിക്കുമ്പോൾ, മാഡം സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ പിഴച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണോ, ഞാനല്ലല്ലോ തെറ്റുകാരി എന്ന് ചോദിക്കുകയാണ് അലീന. ആ സമയത്തും വൈജ പറയുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഇനി നിന്നെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഇനി പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, നീ നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞയക്കുക കേട്ടോ. ഇനി നിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, എന്താണെങ്കിലും ഇതിലൊരു തീരുമാനം എടുക്കുക വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പോകുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ആദ്യം മാഡം ഒരു കാര്യം ചിന്തിക്കണം, മറ്റുള്ളവരെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോൾ, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, അവരെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ഭൂതകാലത്തിൽ, നമ്മൾ പണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കല്ലേ അറിയുള്ളൂ. മാഡത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം മാഡത്തിൻ്റെ പഴയ കാലത്ത്, പണ്ടത്തെ ജീവിതത്തിൽ, ഭൂതകാലത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് മാഡം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മറ്റുള്ളവരുടെ മേലിൽ പഴി ചാരുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പോവാണ്. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കാവുക കേട്ടോ. മുത്തശ്ശി പറഞ്ഞു ആഗ്രയിലെ കാര്യങ്ങളൊന്നും അവൾക്കൊന്നും അറിയത്തില്ല എന്ന്, അവൾ വെറുതെ ചുമ്മാ തട്ടിവിട്ടതാണെന്ന് മുത്തശ്ശി പറഞ്ഞു. പക്ഷേ അലീന വീണ്ടും ഒരു മുന വെച്ച് സംസാരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും, പണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ അലീന വീണ്ടും പറഞ്ഞത് വൈജയെ ആകെ
ഷോക്കാക്കിയേ കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീണ്ടും വീണ്ടും ഇവളിതിങ്ങനെ എടുത്തിടുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ചിന്ത തന്നെ വൈജയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് വൈജ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആകെ എന്താണ് ഇവൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടായിരിക്കും ഇവൾ ഇങ്ങനെ പറയുന്നത്, ഇനി ഇവൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് വൈജയ്ക്ക്. അതേസമയം അലീനയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി കൊച്ചേ, നിനക്ക് എന്താ പറ്റിയത്, എന്തിനാ അവിടെ ബഹളം കേട്ടത്, വൈജ എന്തിനാ നിന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്ത് ചെയ്താലും കുറ്റം എനിക്ക് മാത്രമല്ലേ വരുള്ളൂ മുത്തശ്ശി എന്ന് പറയണ അലീന. എന്താ ഉണ്ടായതെന്ന് പറ കൊച്ചേ, നീ ഇങ്ങനെ കരയില്ലേ എന്ന് പറയുമ്പോൾ മാഡം എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു, ഇനി എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിടുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ കാര്യം, ഞാൻ മാഡത്തോട് പറഞ്ഞല്ലോ രോഹിത്താണ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അക്കാര്യം പോയി രോഹിത്തിനോട് ചോദിച്ചപ്പോൾ രോഹിത്തിനെ ഒരുപാട് തല്ലിയെന്ന് തോന്നുന്നു, ഒരുപാട് ശബ്ദമൊക്കെ കേട്ടു, ഭയങ്കര ശബ്ദമായിരുന്നു മുകളിലൊക്കെ എന്ന് പറയാണ്. താഴെ വന്ന് മാഡം എന്നോട് പറഞ്ഞു ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞു എന്ന് അലീന പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു മുത്തശ്ശി പറ, ഞാൻ എവിടെയാണ് തെറ്റുകാരി ഈ കാര്യത്തിൽ, ഞാനാണോ തെറ്റുകാരി, അവരല്ലേ എന്നോട് തെറ്റ് ചെയ്തത്, പക്ഷേ മാഡം പറയുന്നത് ഞാനാണ് തെറ്റുകാരി, ഞാനാണ് ഇവിടുന്ന് പോകേണ്ടവൾ എന്നാണ്. കാരണം അവർ മാഡത്തിൻ്റെ മകനാണ്, രോഹിത് മാഡത്തിൻ്റെ മകനാണ്, ഹരി മാഡത്തിൻ്റെ സഹോദരൻ്റെ മകനാണ്, അവരെ ഒരിക്കലും പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എന്നെയല്ലേ പറഞ്ഞയക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരിക്കൽ മാഡം എന്നെ തിരിച്ചു വിളിക്കും, എന്നെ എന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചാലും മാഡം തന്നെ എന്നെ തിരിച്ചു വിളിക്കും. പക്ഷേ അപ്പോഴെനിക്ക് തിരിച്ചു വരാൻ പറ്റണമെന്നില്ല, മാഡം അന്ന് ഒരുപാട് ഖേദിക്കുകയും ചെയ്യും എന്ന് അലീന പറയുമ്പോൾ നീ എന്താ കൊച്ചി പറയുന്നത് എന്ന് ചോദിക്കാണ് മുത്തശ്ശി. ഒന്നുമില്ല മുത്തശ്ശി, അങ്ങനെ പറയണം, ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. എന്നാലും കൊച്ചമ്മ അവൾ എന്തിനാ അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല മുത്തശ്ശി, ഞാനാണിപ്പോൾ തെറ്റുകാരി അയക്കുന്നത്, എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട്, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാകും, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയണം മുത്തശ്ശി. എനിക്കറിയില്ല മുത്തശ്ശി, എനിക്ക് ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തന്നെ ആയിരിക്കുകയാണ് എന്ന് പറയാണ് അലീന കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനും വൈജയും കൂടി സംസാരിക്കുന്നതാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ രോഹിത്തിനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വൈജയോട് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു, അതായിരുന്നു അവിടെ ബഹളം കേട്ടത്, എനിക്ക് തോന്നി, അതാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാഞ്ഞത്. എന്താണെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതിയല്ലോ, നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ബാലചന്ദ്രൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, അവൾ പറഞ്ഞൊന്നുമില്ല, എന്നാലും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ടെന്താ ബാലചന്ദ്രൻ എന്നോട് പറയാഞ്ഞത്, നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിന്നോട് പറഞ്ഞാൽ നീ നിൻ്റെ മകനെയല്ലേ ന്യായീകരിക്കുള്ളൂ. എന്താണെങ്കിലും അവൾ വന്നതുകൊണ്ടല്ലേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നിന്നോട് ആരെപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവൾ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം വിശ്വസിച്ചൊന്നുമില്ല, ഞാൻ രോഹിത്തിനോട് പോയി ചോദിച്ചപ്പോൾ അവന് ഉത്തരമില്ല എന്ന് പറയണ വൈജ. ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നതാണ് വൈജയ്, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരാരെ വിളിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഏത് സമയത്തും ഞാൻ മാത്രമല്ലേ നോക്കുന്നുള്ളൂ എല്ലാ കാര്യത്തിനും. അന്ന് റൂബിയെ വീട്ടിലിട്ട് അവൻ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ, ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവനെ ഞാൻ തല്ലിയതിന് എന്നെ ചോദ്യം ചെയ്ത ആളാണ് നീ. ഇപ്പോൾ നിനക്ക് തന്നെ അവനെ തല്ലേണ്ട ഒരു അവസരം വന്നില്ലേ. അന്ന് നീ അവനെ ഒന്ന് വാൺ ചെയ്തിരുന്നെങ്കിൽ, അവനൊരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം നിന്നെയും കൂടി അവന് പേടി ഉണ്ടാകുമ്പോൾ അവനൊരിക്കലും ഇതിന് മുതിരില്ലായിരുന്നു. നീ ഒന്നും എന്ത് ചെയ്താലും അവനെ നീ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവന് എല്ലാ ധൈര്യവും വന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഇനി എന്താണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, ഇനി അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല, അവളെ പിരിച്ചുവിടണം എന്ന് തന്നെയാണോ നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ വൈജയുടെ മനസ്സിൽ എന്താണെങ്കിലും അവളെ പിരിച്ചുവിടണം, പക്ഷേ അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതും എന്താണെന്ന് അറിയുകയും വേണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, അവളെ പിരിച്ചു വിടുക തന്നെ വേണം. ഇനിയിപ്പോൾ പൈസയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, എന്താണെങ്കിലും കുറച്ച് കാശ് കൂടുതൽ അങ്ങോട്ട് കൊടുത്തേക്കല്ലേ, ഇനിയിപ്പോൾ അവളെ പിരിച്ചു വിടുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അവൾ എവിടെ വേണമെങ്കിലും പോവട്ടെ, എൻ്റെ കൺമുന്നിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എനിക്ക് എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഏതായാലും അവളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചേക്കല്ലേ, ഏതായാലും ഇത്രയും ആയില്ലേ, കുറച്ച് നാൾ കൂടി ക്ഷമിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്, അതിന് ശേഷം തീരുമാനിക്കാം അവളെ ഇവിടെ നിന്ന് പിരിച്ചുവിടണോ വേണ്ടയോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജ ഒന്ന് ഷോക്കായി പോവട്ടോ. എന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, ഞാൻ എന്താണെങ്കിലും അതിൻ്റെ പുറകെ തന്നെയാണ്, എനിക്ക് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഒന്ന് അറിയാനുണ്ട്, എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവളെ പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ, ധൃതി പിടിച്ച് ഇന്നും നാളെയായിട്ട് അവളെ ഞാൻ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അത് ബാലചന്ദ്രനാണോ തീരുമാനിക്കുന്നത്, പിന്നെ എൻ്റെ വീട്ടിൽ ഞാനല്ലേ തീരുമാനിക്കുന്നത്, ജോലിക്ക് ആരെ വെക്കണ്ടെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് വൈജ ചോദിക്കുമ്പോൾ ഈ അലീനയുടെ കാര്യത്തിൽ ഇപ്പോൾ
ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനും മനുവും കൂടിയല്ലേ പോയി കൂട്ടിക്കൊണ്ടുവന്നത്. മനു ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ അവളുടെ കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ അലീനയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. തൽക്കാലം അവൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ശക്തമായിട്ട് തന്നെ പറയാണ്. വൈജയന്തി അത് കേട്ടിട്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നാൾ കൂടി അലീന ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. അത്ര പെട്ടെന്നൊന്നും അലീനയെ ബാലചന്ദ്രൻ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അതിനും വഴക്കുണ്ടാക്കുന്നുണ്ട് വൈജിക്ക്. പക്ഷേ വേറൊരു ഭയം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ബാലചന്ദ്രനോട് ഇവൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണോ ബാലചന്ദ്രനെ അന്വേഷിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ചിന്തയൊക്കെ വൈജിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് ഒരു പക്ഷേ കൃഷ്ണമോളും ബബിതയൊക്കെ ഉള്ള ഒരു സീൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട്. പിന്നെ രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സീനും ഉണ്ടാവും. പിന്നീട് നെക്സ്റ്റ് ഒരു സീനായിട്ട് വരുന്നത് നമ്മുടെ ബാലചന്ദ്രൻ വീണ്ടും മുത്തശ്ശിയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് പരിശോധിക്കുന്ന സീനാട്ടോ. മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ കോൾ റെക്കോർഡ്സ് എടുത്ത് നോക്കുന്ന ഒരു ഭാഗമാണ്. ആ കോൾ റെക്കോർഡ്സ് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് അയക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ഒരു സീനാണ്. അത് മിക്കവാറും നാളത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ് ആയിട്ട് നെക്സ്റ്റ് ഡേയിലെ പ്രൊമോ ആയിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ഉടനെ ഒരുപാട് ലേറ്റ് ആവാതെ നെക്സ്റ്റ് വീക്കിൽ മൺഡേ ടു ഫ്രൈഡേൻ്റെ ഉള്ളിൽ എന്തായാലും ആ സീന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി നെക്സ്റ്റ് ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, സീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഡയലോഗുകളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഏകദേശം പ്രൊമോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഏകദേശം സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.